ചെറുപ്പക്കാരാ, ഇന്ന് ഇത്ര സഹോദരിമാരാണ് നിസ്കരിക്കാതെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാതെ 24 മണിക്കൂറും സോഷ്യൽ മീഡിയകളിൽ കളിക്കുന്നവരില്ലേ, വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി സമയം കളയുന്നവരില്ലേ, മാത്രമല്ല സോഷ്യൽ മീഡിയ ഹറാമിന് വേണ്ടി ഉപയോഗിക്കുന്നവരില്ലേ, സോഷ്യൽ മീഡിയകൾ ഹറാമിന് വേണ്ടി ഉപയോഗിക്കുന്നവരില്ലേ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് സത്യല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? എല്ലാ സഹോദരങ്ങളെ, അല്ലേ ഇന്നത്തെ ഈ കാലഘട്ടത്തിന് അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാനത് വെറുതെ പറയല്ലേ, ഇന്നത്തെ ഈ കാലഘട്ടത്തിന് അവസ്ഥ പറയാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ സമൂഹത്തിന് സ്വർഗമുണ്ടെന്ന ബോധമില്ലാതെ ഇന്ന് നിസ്കാരമില്ല, ഖുർആനില്ല, ഒന്നുമില്ല. പിന്നെ എന്ത് മതി? സീരിയൽ മതി, സിനിമ മതി, അത് മതിയാവും. ഖുർആൻ വേണ്ട, സ്വലാത്ത് വേണ്ട, ദിക്ർ വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ടോ ഈ മാതാപിതാക്കള് മക്കളോട് എന്ത് പറയും? മാതാപിതാക്കൾ മക്കളോട് പറയും, മോനെ സ്കൂളിൽ പോയി പഠിച്ചോ, മദർസത്ത് പോയി പഠിച്ചോ, നാളെക്കുള്ള പഠിച്ചോ എന്നൊക്കെ മാതാപിതാക്കൾ പോയി മക്കളെ ഉപദേശിക്കും. എന്നിട്ട് മാതാപിതാക്കൾ ചെന്നിരിക്കുന്ന എവിടെയാ? സിനിമന്റെ മുമ്പിൽ, സീരിയലിന്റെ മുമ്പിൽ. ഇതെല്ലാം ഇപ്പൊ നമ്മളുടെ അവസ്ഥ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കളെ ഉപദേശിച്ച് നമ്മൾ തന്നെ സിനിമ കണ്ട് സീരിയൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ മക്കൾ നന്നാവുക? പിന്നെ എങ്ങനെയാ മക്കൾ സ്വാലിഹീങ്ങളാകുക? അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാ. മാത്രമല്ല നമ്മുടെ മക്കൾക്ക് ഹറാമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കഴിഞ്ഞ പിന്നെ ആ മക്കളെ കൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള തെമ്മാടികളായ മക്കളാണ് നാളെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോ ആ മാതാപിതാക്കളെ വൃദ്ധസദനത്തിന്റെ അകത്ത് കൊണ്ടുപോയി തള്ളുന്നത് ഇങ്ങനെയുള്ള തെമ്മാടികളായ മക്കളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സിനിമാ നടന്മാരുടെ ജീവിതം നമുക്ക് വേണ്ട. ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ സിനിമാ നടന്മാര് എങ്ങനെയാണോ മുടി വളർത്തുന്നത്, സിനിമാ നടന്മാര് എങ്ങനെയാണോ ഫാഷനാക്കി മുടി വെട്ടുന്നത്, അതുപോലെ മുടി സ്റ്റൈലാക്കിയിട്ട് സിനിമാ നടന്മാർ എങ്ങനത്തെ വസ്ത്രമാണോ ധരിക്കുന്നത് അതുപോലത്തെ വസ്ത്രം ധരിച്ചിട്ട് സിനിമാ നടന്മാരുടെ ജീവിതം, സിനിമാ നടികളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആധുനിക കാലഘട്ടത്തില് മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം പെങ്ങളെ ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക? ഇതെങ്ങനെയാ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക? പിന്നെ എങ്ങനെയാ നമുക്ക് ഈമാൻ ഉണ്ടാവുക? അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന അള്ളാഹുവിന്റെ സഹായം കിട്ടുക? പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുക? അതുകൊണ്ട് ഇങ്ങനെയുള്ള തെമ്മാടികളായ കാര്യങ്ങൾ, തെമ്മാടിത്തരങ്ങളായ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇതിനൊക്കെ ഒന്ന് വിട പറയൂ സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇങ്ങനെയുള്ള എല്ലാവിധ ഹറാമായ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് പൊട്ടിക്കരഞ്ഞു കൊണ്ടിരുന്നോടുകൂടെ പഠിച്ചറപ്പിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. തൗബയോടുകൂടെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ, അല്ലാഹുവിലേക്ക് വേദിച്ച് മടങ്ങിക്കോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് ജിമ്മിക്ക് കമ്മൽ പഠിപ്പിച്ചു കൊടുക്കില്ലേ, മക്കൾക്ക് സിനിമാ ഗാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കില്ലേ, മക്കൾക്ക് മോശമായ ഹറാമായ ഗാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മക്കളെ എല്ലാ തെമ്മാടിത്തരങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് മക്കളെ ദീനിയായ സംരംഭത്തിനോട് അടുപ്പിക്കുക, അല്ലാഹുവിന്റെ ദീനുമായി അടുപ്പിക്കുക. എന്നാലേ നമുക്ക് ഉപകാരമുള്ളൂ. എത്രയെത്ര സഹോദരിമാരാ വിദേശ രാജ്യത്ത് നിന്ന് ഭർത്താക്കന്മാര് പണമയക്കുമ്പോ ആ പണം കൊണ്ട് ഇവിടെ ദൂർത്തടി
ഒന്നിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരിമാർ ഇവിടെയില്ലേ, നമുക്കിടയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരില്ലേ? അല്ലേ സഹോദരങ്ങള്? എന്റെ പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യത്ത് പാവപ്പെട്ട പ്രവാസികളുടെ അവസ്ഥ എന്താ? പ്രവാസികളുടെ അവസ്ഥ എന്താ? പ്രവാസികളുടെ പ്രവാസ ജീവിതം എങ്ങനെയോ? സഹോദരങ്ങളെ, സഹോദരന്മാരെ, അൽ-ഹാഫിള് ജാബിർ എന്ന ഫേസ്ബുക്കിന്റെ ഇൻബോക്സിൽ ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ, ഒരുപാട് പേര് വിനീതനോട് മോനെ ദുആ ചെയ്യണേ, ഞങ്ങളുടെ ജോലി ഇവിടെ വല്ലാത്ത കഷ്ടത്തിലാണ്, പ്രതിസന്ധിയിലാണ്, മോനെ ദുആ ചെയ്യണേ എന്നൊരുപാട് പ്രവാസികൾ വിനീതന് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ പ്രവാസികളുടെ പ്രതിസന്ധിയുടെ ഗൗരവം ഈ വിനീതൻ അറിഞ്ഞില്ല. അവർ മെസ്സേജ് അയച്ചപ്പോ, അവര് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ അതിന്റെ ഗൗരവം ഈ വിനീതന് മനസ്സിലായില്ല. 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ വിനീതൻ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തോടുകൂടെ 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ വിനീതൻ വിദേശ രാജ്യത്ത് നിന്നപ്പോഴാണ്, ഒമാൻ മസ്കറ്റിലേക്കാണ് ഈ വിനീതൻ പോയത്. അവിടെ ചെന്നപ്പോഴല്ലേ പ്രവാസിയുടെ അവസ്ഥ കണ്ടത്. പ്രവാസിയുടെ അവസ്ഥ എന്താ? സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാസികൾക്ക് നാട്ടിൽ വരുമ്പോ അത്തറിന്റെ സുഗന്ധമുണ്ട്, പൗഡറിന്റെ സുഗന്ധമുണ്ട്, സ്പ്രേയുടെ സ്മെല്ലുണ്ട്. പക്ഷേ ആ പ്രവാസിയുടെ അവിടുത്തെ അവസ്ഥ എന്താ? പ്രവാസിയുടെ റൂമിന്റെ അവസ്ഥ എങ്ങനെയാ? ഒരു കട്ടിലിന് മുകളിൽ 4 തട്ടാ, അതല്ലെങ്കിൽ 6 തട്ടാണ്. ഉണക്കമത്തിയും അയിലയും അടുക്കി വെച്ചതുപോലെ സ്റ്റവും ചട്ടിയും അടുത്ത് തിരക്കിനിടയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് എന്തോ ഒരു ജീവിതമാ. എന്റെ പ്രിയപ്പെട്ടവര്, ആർക്ക് വേണ്ടിയാണ് അവര് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് അവരവിടെ പണിയെടുക്കുന്നത്? കുടുംബം നോക്കാൻ വേണ്ടി, ഉമ്മയെ നോക്കാൻ വേണ്ടി, മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി, സമാധാനത്തോടെ ശാന്തിയോടെ, വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ തലചായ്ക്കാൻ ഒരു വീട് നിർമ്മിക്കാൻ, കടബാധ്യതകൾ തീർക്കാൻ, മക്കളെ കെട്ടിച്ചേർക്കാൻ വേണ്ടി പ്രവാസി അവിടെ കിടന്ന് ഒരുങ്ങി തിരികെയല്ലേ? പ്രവാസി പ്രയാസിയല്ലേ? പ്രവാസ ജീവിതം പ്രയാസ ജീവിതമല്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നധികം പ്രവാസികൾക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. കാരണം എന്താ? പതിരാസമയം വരെ ജോലി ചെയ്ത് തളർന്ന് അവസാനം പതിരാസമയത്ത് കിടന്നുറങ്ങാൻ തന്റെ റൂമിലേക്ക് കടന്നു വന്ന് ഒരൽപ്പസമയം കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ, പലപ്പോഴും വിശ്രമിച്ച് വീണ്ടും എഴുന്നേറ്റ് നോക്കുമ്പോ, ആ സമയത്ത് തന്റെ മുമ്പിലോട്ട് ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ പ്രിയപ്പെട്ട ഉമ്മയില്ല, ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ പ്രിയപ്പെട്ട ഭാര്യയില്ല, ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ പ്രിയപ്പെട്ട മക്കളില്ല, ഉമ്മയില്ല, ഭാര്യയില്ല. രാവിലെ ഡ്യൂട്ടിക്ക് ഓടുന്നതിനിടയിൽ, തിരക്കിനിടയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച്, ഒരു ഉണക്ക റൊട്ടി കഴിച്ച്, ഉടമസ്ഥന്റെ ആട്ടുപോയേറ്റ് ഉടമസ്ഥൻ ചാട്ടവാറ് കൊണ്ട് തെളിക്കുമ്പോ വിശപ്പ് കൊണ്ട് പുല്ല് കടിക്കുന്ന പശുവിനെ പോലെ പ്രവാസി ഒരു കറവ പശുവല്ലേ? സഹോദരങ്ങളെ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയോ! രാവും പകലുമില്ലാതെ, ഉണമുറക്കവുമില്ലാതെ അവർ നമുക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിക്കുകയില്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച പ്രവാസികൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോ, അവർ നമുക്ക് വേണ്ടി ജോലിയെടുത്ത് ജീവിക്കുമ്പോ, അവർ നമുക്ക് വേണ്ടി സമ്പത്ത് ആ വിദേശ രാജ്യത്ത് നിന്നും പണം അയച്ചു തരുമ്പോ, അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കല്ലേ? അതുകൊണ്ട് നമ്മൾ ദൂർത്തടിക്കല്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോ, ഇന്നല്ലെങ്കിൽ നാളെ നാടും നിങ്ങളും ഖബറിൽ കിടക്കുമ്പോ, ആരാരുമില്ലാത്ത ഖബറിൽ കിടക്കുമ്പോ, ആ സമയത്ത് നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കൾ
മക്കളെ നമുക്ക് വേണ്ടേ? അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നമുക്ക് വേണ്ടേ? നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോ, ആരാരുമില്ലാത്ത ഖബറിൽ കിടക്കുമ്പോ, ഉമ്മയില്ലാത്ത, ഉപ്പയില്ലാത്ത, ഭാര്യയില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, മക്കളില്ലാത്ത ആ ഖബറിൽ ഏകാന്തനായി നീ കിടക്കുമ്പോ, ഖബറിന്റെ അരികിൽ വന്ന് നീ തനിച്ച് ഖബറിൽ കിടക്കുമ്പോ, ആ സമയത്ത് നിന്റെ ഖബറിൽ വന്ന് പൊട്ടിക്കിടന്ന് ദുആ ചെയ്യുന്ന മക്കളെ വേണ്ടേ? അല്ലാഹുവേ, ഈ ഖബറിൽ കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പയാ, എനിക്ക് വേണ്ടി വിദേശ രാജ്യത്ത് നിന്ന് മരുഭൂമിയിൽ കിടന്ന് ചോരം നീരാക്കി തോന്നിച്ചവരാണല്ല, എന്റെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കള് നമുക്ക് വേണ്ടേ? അങ്ങനെ ദുആ ചെയ്യുന്ന മക്കള് വേണ്ടേ? ഉമ്മമാരെ, അതിനെന്ത് വേണം? മക്കളെ ഇപ്പോൾ തന്നെ സ്വാലിഹീങ്ങളായി വളർത്തുക. എന്നാലേ നമുക്ക് ഉപകാരമുള്ളൂ, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അതല്ലെങ്കിൽ നാളെ നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്ന് യാസീനോട് നമ്മുടെ മക്കളെ കിട്ടില്ല, ഒരു ഫാത്തിഹയോട് നമ്മുടെ മക്കളെ ലഭിക്കില്ല, ഒരു ചെയ്യാനുള്ള മക്കളെ നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് മക്കളെ കഴിയുന്നവരൊക്കെ ഹാഫിളീങ്ങളാക്കുക. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകനെ ഹാഫിളാക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹു ആ മകനെ നീ പരിപൂർണ്ണ ഹാഫിളും ആലിമുമാക്കി കൊടുക്കണേ അല്ലാഹ്, ഹാഫിളും ആലിമുമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ പരമാവധി കഴിയുന്നവരൊക്കെ മക്കളെ ഹാഫിളീങ്ങളാക്കാൻ ശ്രമിക്കുക. നാളെ നമ്മുടെ മക്കൾ സ്വർഗത്തിലേക്ക് കൈപിടിച്ചായിരിക്കുന്ന, നാളെ മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന മക്കളെ വേണ്ടേ? അതുകൊണ്ട് മക്കളെ കഴിയുന്നവരൊക്കെ ഹാഫിളീങ്ങളാക്കുക. അതിന് കഴിയില്ലെങ്കിൽ മക്കളെ ആലിമീങ്ങളാക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കളെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഈ ജിമിക്ക് കമ്മൽ പാഠം നടക്കുന്ന നേരം ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ 10 സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താ സഹോദരങ്ങളെ? ഈ ജിമിക്ക് കമ്മൽ ഇങ്ങനെ പാടി നടക്കുന്ന നേരം 1 മിനിറ്റ് കൊണ്ട് 10 സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ഓർത്തിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് അതാ ഒരു ദിവസം അതാ 4 മലക്കുകൾ കടന്നു വരികയാണ്. നബി ഹദറത്തിൽ ഒരു ദിവസം ജിബ്രീലും മീകായിൽ ഇസ്റാഫീൽ അസ്റാഈലും വന്നിട്ടുടൻ ജിബ്രീൽ താൻ പറയുന്നതാ എന്നും സ്വലാത്തൊരു 10 ഒരാളോതുന്നതാ. എന്നാലവൻ കൈ ഞാൻ പിടിച്ച് നടക്കുന്നേ, അതിവേഗമിൽ പാലം സിറാത്ത് കടത്തുന്നേ. ഇത് കേട്ട് മീകായിൽ നബിയോടന്നേ കുടിപ്പിക്കുമേ ഞാനവന് ഹൗലിൽ നിന്ന്. ഇത് കേട്ട് ഇസ്റാഫീൽ നബിയോടന്നേ പറയുന്നതാ ഞാനോ സുജൂദിൽ നിന്ന് ശിരസിൽ ഉയർത്തുകയില്ല നബിയെ അങ്ങേ, പൊറുക്കപ്പെടാതവൻ ചെയ്തതെല്ലാമെന്ന്. നബിമാരുടെ റൂഹന്നിനാണത് പോലെ പിടി അവനെയും ഞാനെന്ന് അസ്റാഈല. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് 4 മലക്കുകളതാ കടന്നു വരികയാണ്. നബി ഹദറത്തിൽ ഒരു ദിവസം ജിബ്രീലും മീകായിൽ ഇസ്റാഫീൽ അസ്റാഈലും അതാ 4 മലക്കുകൾ കടന്നു വന്നിട്ട് മഹാനായ ജിബ്രീൽ
ദിവസവും 10 സ്വലാത്ത് പറയുന്നവനില്ലേ, അങ്ങയുടെ മേലിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവനില്ലേ, അവന് ഞാൻ നാളെ കൊടുക്കുന്നതെന്നറിയോ? നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ കത്തിക്കാളുന്ന നരകത്തിന് മുകളിലുള്ള ആ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്ത് ഞാൻ അവന്റെ കൈ പിടിച്ച് നടന്നു പോകുമേ. അവന്റെ കൈ പിടിച്ച് ഞാനാണ് സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നു, നബിയെ, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവൻ നാളെ അവന്റെ കൈ പിടിച്ച് ഞാൻ നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമെന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തീർന്നിട്ടില്ല. ഇത് കേട്ടപ്പോഴാണ് മഹാനായ മീകായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് അവിടെ നിന്ന് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അവനെ ഞാൻ നാളെ ഹൗലുൽ കൗസർ എന്ന ആ ഹൗലിൽ നിന്ന് ആ ഹൗലുൽ കൗസറിലെ പാനീയം അവന് കുടിപ്പിക്കുമെന്ന് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ തീർന്നിട്ടില്ല. ഇത് കേട്ടപ്പോഴാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്ന് പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ മേൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവനില്ലേ, അവൻ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ, അവൻ എത്ര തെമ്മാടിയാണോ, നാളെ അവന് വേണ്ടി ഞാൻ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന് വേണ്ടി മഗ്ഫിറത്തിന് ഞാൻ തേടുമെന്ന് മഹാനായ ഇസ്രാഫീൽ. അവന് അല്ലാഹുവിന്റെ പാപം പുറത്തു കൊടുത്താലല്ലാതെ ഞാൻ ആ സുജൂദിൽ നിന്ന് എന്റെ തല ഉയർത്തുകയില്ലെന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാ. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയെ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നവൻ 10 സ്വലാത്ത് എല്ലാ ദിവസവും ചെല്ലുന്നവൻ അവൻ എത്ര തെമ്മാടിയാണോ, അവൻ എത്ര കുറ്റം ചെയ്തു പോയിട്ടുണ്ടോ, നാളെ അവന് വേണ്ടി ഞാൻ എന്റെ അല്ലാഹുവിന്റെ മുമ്പിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്ന് അവന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഗ്ഫിറത്തിന് തേടുമെന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നാലാമതായിട്ട് മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, 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 അങ്ങയുടെ മേൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവനല്ലേ, അവന് ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോകുമ്പോ അവന്റെ റൂഹിനെ ഞാൻ എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയോ? നബിമാരുടെ റൂഹ് എങ്ങനെയാണതുപോലെ പിടിയാവനെയും ഞാനെന്ന് അസ്റായീല. യാ റസൂലല്ലാഹ്, ആ 10 സ്വലാത്ത് ചൊല്ലുന്നവൻ ഈ ലോകത്തെ ഇവിടെ പറയുമ്പോ അവന്റെ റൂഹിനെ ഞാൻ എങ്ങനെയാണ് അവന്റെ റൂഹിനെ പിടിക്കുന്നതെന്നറിയോ? അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് നബിമാരുടെ റൂഹിനെ ഞാൻ എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ ആയിരിക്കും ആ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുക എന്ന് മഹാനായ
അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു ഇത് നമുക്ക് പതിവാക്കാൻ തൗഫീഖ് തരട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ജിമിക്ക് കമ്മൽ പാടി നടക്കുന്ന നേരം 1 മിനിറ്റ് കൊണ്ട് 10 സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും 10 സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഇന്ന് മുതൽ ഒരു 10 സ്വലാത്തെങ്കിലും ജീവിതത്തിൽ മുടങ്ങാതെ പ്രാവർത്തികമാക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഉറക്കെ സ്വലാത്ത് ചൊല്ലും. സല്ലല്ലാഹു പിന്നെ കാര്യം പറഞ്ഞാലേ കുട്ടികളെ കെട്ടിക്കേണ്ട കാര്യം പറയണ്ടായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തേക്ക് ബക്കറ്റുമായി സംഘാടകർ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സ്വതക്ക അതിൽ ഇട്ട് കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പറഞ്ഞൂടെ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായി സംഘാടകർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. നല്ലൊരു നിയ്യത്ത് മനസ്സിൽ വെച്ച് അതിലേക്ക് നല്ലൊരു സ്വതക്ക ഇട്ട് കൊടുക്കുക. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നാളെ ഞാനും നിങ്ങളും മയ്യിത്ത് കട്ടിലിൽ കിടക്കുമ്പോ, ആ സമയത്ത് നമ്മൾ മയ്യിത്ത് കട്ടിൽ കിടക്കുമ്പോ ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ കരയുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കരയുകയാണ്, അരമക്കിടാങ്ങളായ മക്കൾ പൊട്ടി കരയുകയാണ്. അരമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോ, നാളെ നമ്മൾ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് മയ്യത്ത് കട്ടിലിൽ കിടക്കുമ്പോ ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ കരയുകയാ, പ്രിയപ്പെട്ട മക്കൾ കരയുകയാ, ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ കരയുകയാ, പ്രിയപ്പെട്ട ഉമ്മ കരയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഉമ്മാന്റെ കരച്ചിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമ്മുടെ ഭാര്യ കരയുന്നുണ്ട്, മക്കൾ കരയുന്നുണ്ട്, ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും കരയുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കരച്ചിലിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ എല്ലാവരെയും നൊന്ത് പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ കരച്ചിലിന് പ്രത്യേകതയുണ്ട്. ഉമ്മാന്റെ കരച്ചിൽ ആരും കേൾക്കുന്ന കരച്ചിലല്ല, നിശബ്ദമായ കരച്ചിലാണ്. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ട ഉമ്മാനെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത, സമാധാനിപ്പിക്കാൻ കഴിയാത്തൊരവസരമുണ്ട്. ഉമ്മാനെ എത്ര ആശ്വസിപ്പിച്ചാലും ഉമ്മ സമാധാനിക്കാത്തൊരവസരമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടത്തിക്കൊണ്ട് നടന്നു. ഗർഭിണിയായ ഉമ്മാക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, ഗർഭിണിയായ ഉമ്മ കരയുന്നുണ്ട്. പക്ഷേ ഉമ്മാന്റെ കരച്ചിൽ നിശബ്ദമാണ്, ഉമ്മാന്റെ കണ്ണുനീര് കാണുന്നല്ലോ, കരച്ചിൽ വെളിയിൽ കേൾക്കുന്നില്ല. അവസാനം പ്രിയപ്പെട്ട ഉമ്മ ലേബർ റൂമിൽ പോയി പ്രസവത്തിന്റെ വേദന. അല്ലാഹുവേ, പ്രസവത്തിന്റെ വേദന എന്താ? പല അഭിപ്രായങ്ങളുമുണ്ട്. ഒരേ സമയത്ത് 20 അസ്ഥികൾ ഒടിഞ്ഞാൽ എന്തൊരു വേദനയാണ്, അതല്ല ഒരേ സമയത്ത് 40 അസ്ഥികൾ ഒടിഞ്ഞോ എന്തൊരു വേദനയാണ്. ആ വേദനയാ പ്രസവത്തിന്റെ വേദന. എന്നിട്ട് ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ച്, നൊമ്പരങ്ങൾ സഹിച്ച് പ്രിയപ്പെട്ട ഉമ്മ പ്രസവിച്ചു. അപ്പോഴും ഉമ്മാന്റെ കരച്ചിൽ നിശബ്ദ
ശബ്ദമാ. പിന്നെ ആരുടെ കരച്ചിലാ നമ്മൾ വെളിയിൽ കേട്ടത്? ജനിച്ചു വീണ കുഞ്ഞിന്റെ കരച്ചിലാ വെളിയിൽ കേട്ടത്. എന്നാലോ കുഞ്ഞിന്റെ വേദനയുണ്ടോ? ഇത്രയേറെ വേദനയുണ്ടായിട്ടും ഉമ്മ കരയുന്നത് നമ്മൾ വെളിയിൽ കേട്ടില്ല. അവസാനമാ പ്രിയപ്പെട്ട കുഞ്ഞിനെ തന്റെ മടിത്തട്ടിൽ കിടത്തി പാലോട്ട് വളർത്തുമ്പോ അല്ലാഹുവേ, ഉപ്പയില്ലാതെ യത്തീമായിട്ട് ഈ പൊന്നുമോനെ ഞാൻ എങ്ങനെ വളർത്തുമെന്നോർത്ത് ആ പ്രിയപ്പെട്ട ഒരുപാട് കരഞ്ഞു. അപ്പോഴും ഉമ്മാടെ കരച്ചിൽ ശബ്ദമാ. മാത്രമല്ല അവരെത്രയോ രാത്രികൾ നമുക്ക് വേണ്ടി പട്ടിണി കിടന്നില്ലേ? അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിഞ്ഞതാ, വിശപ്പെത്രയോ സഹിച്ചിട്ട് നിന്നെ നിറച്ചതാ. അവരെത്ര രാത്രിയാ നമുക്ക് വേണ്ടി വിശപ്പ് സഹിച്ചത്? അവരെത്ര രാത്രികളാണ് നമുക്ക് വേണ്ടി പട്ടിണി കിടന്നത്, നമുക്ക് വേണ്ടി വിശപ്പ് സഹിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പോലും ആ പ്രിയപ്പെട്ട ഉമ്മ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി കൂലിപ്പണിയെടുത്ത് നടന്നപ്പോൾ പാതിരാ സമയത്ത് തളർന്നിറങ്ങുന്ന മക്കളെ കണ്ടിട്ട് പ്രിയപ്പെട്ട ഉമ്മ ഉറക്കം വരാതെ കരഞ്ഞു. അപ്പോഴും ഉമ്മാന്റെ കരച്ചിൽ ശബ്ദമാണ്. അവസാനം മക്കൾ വളർന്ന് വലിയ ആലിമീങ്ങളായി, ഡോക്ടറായി, എഞ്ചിനീയറായി വിവാഹം കഴിച്ചിട്ട് തന്റെ മകൾക്കൊരു കുഞ്ഞ് പിറക്കുമ്പോ ആ കുഞ്ഞിന് മുത്തം കൊടുക്കുമ്പോ അപ്പോഴും പ്രിയപ്പെട്ട ഉമ്മ സന്തോഷത്താൽ കരയുന്നുണ്ട്. അങ്ങനെ യഥാ മക്കൾ ഇന്ന് വലിയ ഉന്നതിയിലേക്ക് എത്തുമ്പോ അപ്പോഴും പ്രിയപ്പെട്ട ഉമ്മ കരയുന്നുണ്ട്. അല്ലാഹുവേ, എന്റെ മകളെ ഞാൻ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയത് പാടായില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് കരയുമ്പോഴും ഉമ്മാനെ കരച്ചിൽ ശബ്ദമാ. കരച്ചിൽ വെളിയിൽ കേൾക്കുന്നില്ല, കരച്ചിൽ നിലവിളിയുടെ അംശം പോലുമില്ല. ഇതേവരെ നമ്മൾ ഉമ്മാന്റെ കരച്ചിൽ വെളിയിൽ കേട്ടില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, അവസാനമാ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുമ്പിൽ ചെന്നിട്ടാണ് പറഞ്ഞത്, ഉമ്മാ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയിരിക്കുന്ന ഉമ്മ. മകൻ മരിച്ചിട്ടോ മയ്യത്ത് വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോ, മകൻ മരിച്ചിട്ട് മയ്യത്ത് വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോ ആ സമയത്ത് ഭാര്യയും മക്കളും അട്ടഹസിച്ച് ഉറക്ക കരയുക. മരണ വീട്ടിലും പ്രിയപ്പെട്ട ഉമ്മ കരയുന്നുണ്ട്. അപ്പോഴും ഉമ്മാന്റെ കരച്ചിൽ ശബ്ദമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ മയ്യത്ത് കെട്ടിലെടുത്ത് മയ്യത്ത് കെട്ടിലേക്ക് എടുത്തു വെച്ച് അവസാനം ജനങ്ങൾ ചോദിക്കുന്നു, കാണേണ്ടവരെ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്ത് കെട്ടി തോളിലേക്കുയരുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്ത് കെട്ടി തോളിലേക്കുയരുന്നേ. അതാ മയ്യത്ത് എല്ലാവരും കണ്ടതിന് ശേഷം, എല്ലാവർക്കും മയ്യത്ത് കാണിച്ചതിന് ശേഷം അവസാനം അതാ ആ മയ്യത്തങ്ങ് മൂടിയിട്ട് അവസാനം 4 പേരതാ ആ മയ്യത്തിനെ തോളിലേക്ക് എടുത്തു വെച്ച്, മയ്യത്തിനെ 4 പേര് തോളിലേക്ക് എടുത്തു വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് 4 പേര് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോഴാ ആ സമയത്താണ് പ്രിയപ്പെട്ട ഉമ്മാനെ കരച്ചിൽ നമ്മൾ ഉറക്കെ കേൾക്കുക. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ, ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ കൈവിട്ടു പോയോ കാണില്ലെന്നാ നിന്നെ. കൺമണിയെ പോവുകയാണോ, മുത്തം കൊടുത്ത കവിളിൽ മണ്ണ് വീഴുകയാണോ, എന്നാണ് കൺമണിയെ നിന്നെ എന്ന് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉറക്കം കൂട്ടിക്കറിയുന്നൊരു ദിവസമില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെ
ഒരുങ്ങിക്കോ. എപ്പോഴാ മരണം വരിക എന്നറിയില്ല, എപ്പോഴാണ് മരണം വരിക എന്ന് നമുക്കറിയില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, എവിടെ വെച്ചാണ് നമ്മുടെ മരണമെന്നറിയില്ല, ഏത് സ്ഥലത്താണ് നമ്മുടെ മരണമെന്നറിയില്ല, ഏത് ദിവസത്തിലാണ് മരണമെന്നറിയില്ല, ഏത് മാസത്തിലാണ് മരണമെന്നറിയില്ല. എന്തായാലും ഒരു ദിവസം ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകാനുള്ളവരാ. നമ്മളൊക്കെ അമല് കുറഞ്ഞവരാ, നമ്മളൊക്കെ എത്രയോ തെറ്റുകൾ ചെയ്തു കൂട്ടി എത്രയോ തെറ്റുകൾ ചെയ്തിട്ടാ നമ്മളൊക്കെ മരിച്ചു പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതം വളരെ മോശമായിട്ടല്ലേ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ നമ്മൾ മരിക്കുമ്പോ, അമല് കുറഞ്ഞവരായിട്ട് നമ്മൾ കബറിൽ കിടക്കുമ്പോ, ആ കബറിനുള്ളിൽ അവസ്ഥ എന്താ? പ്രിയപ്പെട്ടവരെ, കബർ ജീവിതം നന്നാകണ്ടേ, കബർ ജീവിതം സന്തോഷമാകണ്ടേ, കബർ ജീവിതം രക്ഷപ്പെടാൻ നമുക്ക് കഴിയണ്ടേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് തന്നവരോട് പറയുന്നത് 4 കാര്യങ്ങളാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു ഒന്നാമതായിട്ട് പറയുന്നു, സമ്പത്ത് തന്നവരോട് അല്ലാഹു ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താ? വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു പറയുന്നു, പൊന്നുമോനെ, പൊന്നുമോളെ, ഞാൻ നിനക്ക് നൽകിയതിൽ നിന്ന് നീ പരലോകത്ത് തേടിക്കൊള്ളുക. അല്ലാഹു രണ്ടാമതായിട്ട് പറയുന്നു, വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഈ ദുനിയാവിലെ ജീവിതത്തിൽ നീ മറന്നു കളയരുത്. ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാനുള്ളതാ, ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ തീരാനുള്ളതാ. ഈ ഒരു ബോധം നമുക്ക് വേണേ. അതുകൊണ്ട് ദുനിയാവിന്റെ അകത്ത് അഹങ്കരിച്ച് നടക്കണ്ട, അല്ലാഹു തന്ന പണം കൊണ്ട് അഹങ്കരിച്ച് കിബർ നടിച്ചുകൊണ്ട് നടക്കണ്ട. മൂന്നാമതായിട്ട് അല്ലാഹു പറയാ, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹു പറയുകയാ, ഞാൻ നിനക്ക് ഔദാര്യം ചെയ്തു തന്നതുപോലെ, ഞാൻ നിനക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നതുപോലെ നീ എനിക്ക് തിരിച്ച് ശുക്ർ ചെയ്യുക, നീ എനിക്ക് നന്ദി ചെയ്യുക. ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. അല്ലാഹു നാലാമതായിട്ട് പറയുന്നു, വലാ തബ്ഗി ഫസാദ ഫിൽ അർള് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ഒരിക്കലും തന്നെ ഫിത്നയും ഫസാദും കുഴപ്പവും ഉണ്ടാക്കരുത്. തീർച്ചയായും ഫിത്നയും ഫസാദും കുഴപ്പവും ഉണ്ടാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നാളെ ഖബറിൽ ചെന്ന് കിടക്കുമ്പോ, ആരാരുമില്ലാത്ത ഖബറിൽ പോയി കിടക്കുമ്പോ, 6 അടി മണ്ണിനുള്ളിലോട്ട് പോയി കിടക്കുമ്പോ, ഒരു അമലുകളുമില്ലാതെ ഖബറിൽ പോയി കിടക്കുമ്പോ, ഖബറിൽ രക്ഷ വേണ്ടേ, ഖബറിൽ സമാധാനം വേണ്ടേ. ആളുകൾ ജനങ്ങൾ മുഴുവനും നമ്മൾ ഖബറടക്കിയിട്ട് എല്ലാവരും നമ്മളെ തിരിഞ്ഞു നോക്കാതെ പിരിഞ്ഞു പോകുമ്പോ, ആ സമയത്ത് ഖബറിൽ രക്ഷ വേണ്ടേ, ഖബറിൽ വെളിച്ചം വേണ്ടേ, ഖബറിൽ വെളിച്ചം വേണ്ടേ. സഹോദരങ്ങളെ, നമ്മളെ തെമ്മാടിയായ മയ്യത്താണെങ്കില് ആ മയ്യത്തിന് ഖബറിലോട്ട് വെക്കുമ്പോ ഖബറിൽ ഞെരുക്കമാ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സമയത്ത് ഖബറിൽ രക്ഷ വേണ്ടേ, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഖബറിന്റെ അളവിൽ നിന്ന് നമുക്ക് രക്ഷ വേണ്ടേ. മുൻഗാമികളായ മഹത്തുക്കളായ ആളുകളെ പഠിപ്പിച്ചു തരികയാ സദഖത്തുൽ ജാരിയ. ഖബറിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സദഖത്തുൽ ജാരിയ. അത് ജാരിയത്തായ സദഖ മാത്രമാണ്, സദഖ മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖബർ ജീവിതം നന്നാകണമെന്നൊരൊറ്റ ആഗ്രഹത്തോടുകൂടെ സദഖ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എന്റെ പ്രിയപ്പെട്ടവരെ,
നിങ്ങൾക്കറിയാമല്ലോ ഇത് മഹാനായ തങ്ങള് ആണ്ട് നേർച്ച പരിപാടിയാണല്ലോ. നിങ്ങൾക്കറിയുമല്ലോ മഹാനായ റളിയല്ലാഹു തആല അൻഹുവിനെ ഒട്ടേറെ അത്ഭുതങ്ങളും അതുപോലെ തന്നെ കറാമത്തുകളും ജീവിതത്തിൽ കാണിച്ച മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ മഹത്വം ഒരുപാട് പറയാറുണ്ട്. എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ അറിയുന്നവരല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാതെ, ജീവിതത്തിൽ ഒരു നുണ പോലും പറയാതെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വീയധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയ മഹാനല്ലേ. ഒരുപാട് കറാമത്തുകളുടെ ഉടമയല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ തങ്ങളുടെ അടുത്ത ആണ്ടിലേക്കാണ് ഇൻഷാ അല്ലാഹ്, ഈ ആണ്ടിലേക്കല്ല, അടുത്ത ആണ്ടിലേക്ക് ഇൻഷാ അല്ലാഹ് ഒരു 41 കിൻഡൽ അരി വേണം. മാത്രമല്ല 101 ആട് വേണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് നിങ്ങൾ പറയുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആണ്ടിലേക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ. മാത്രമല്ല ഇതൊരിക്കലും തന്നാടിത്തരത്തിന് വേണ്ടിയല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുക തന്നെ വേണ്ട. ഇത് മഹാനായ തങ്ങൾക്ക് തങ്ങളെ ആണ്ടുനേർച്ചയ്ക്ക് വേണ്ടിയോ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആണ്ടുനേർച്ചയ്ക്ക് വേണ്ടിയോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ നേരെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോയവരല്ലേ. അവരൊക്കെ സ്വർഗത്തിൽ ആനന്ദിച്ച് നടക്കുന്നവരല്ലേ. അവരൊക്കെ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നവരല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരുടെ ഈ നേർച്ചയിലേക്കൊക്കെ സദഖ ചെയ്താ ഒരുപക്ഷേ നമുക്ക് നാളെ പടച്ചിറപ്പിന്റെ അടുക്കൽ രക്ഷപ്പെട്ടേക്കാം. നാളെ നമ്മൾ പടച്ചിറപ്പിന്റെ അടുക്കൽ രക്ഷപ്പെടുന്നതോ ഖബറിൽ രക്ഷയുണ്ടാകുന്നതോ ഈ സദഖ കാരണം പടച്ചിറപ്പ് രക്ഷപ്പെടുത്തുന്നതോ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് നിങ്ങൾ പറയുക. 41 കിൻഡൽ അരിയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 101 ആടിനെയും ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് പറയുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് ഒരാൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്ര ചാക്ക് അരിയാണോ അത് നിങ്ങൾ പറയുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഈ ആണ്ട് നേർച്ച പരിപാടിയിലേക്ക് മൃഗങ്ങളൊക്കെ നെയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ അടുത്ത ആണ്ടിലേക്ക് സദഖ പറഞ്ഞോളൂ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഒന്ന് പറയും, ഈ സദസ്സിൽ നിന്ന് ഖബർ ജീവിതം നന്നാകണമെന്ന് ഒരൊറ്റ ആഗ്രഹത്തോട് കൂടെ, അല്ലാഹുവേ നാളെ നിന്റെ സ്വർഗം ഞങ്ങൾക്ക്, നാളെ നിന്റെ സ്വർഗം എനിക്ക് വേണമെന്ന് ഒരൊറ്റ നിയ്യത്തോട് കൂടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. നാളെ സ്വർഗത്തിൽ അല്ലാഹുവേ പടച്ചവനെ എത്രയോ മഹാന്മാർ നിൽക്കുന്ന സ്വർഗത്തിൽ കടക്കാൻ എനിക്കും കൊതിയുണ്ട് റബ്ബേ. അല്ലാഹുവേ ഈ സദഖ കാരണം, അല്ലാഹുവേ ഈ സദഖ കാരണം അല്ലാഹുവേ നീ എന്നെ ആ സ്വർഗത്തിൽ കയറ്റണേ അല്ലാഹ് എന്നൊരൊറ്റ നിയ്യത്തോട് കൂടെ ഇൻഷാ അല്ലാഹ് സദസ്സിൽ വെച്ച് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്ര ചാക്കരിയാണ് അത് നിങ്ങൾ പറയും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഒന്ന് പെട്ടെന്ന് പറയും ഇൻഷാ അല്ലാഹ്, ഒന്ന് പെട്ടെന്ന്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ വെച്ചാരൊക്കെ സദഖ പറയുന്നുവോ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാവിധ മേഖലകളിലും നീ ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനേ. ഒന്ന് പെട്ടെന്ന് പറയും സഹോദരങ്ങൾ, സഹോദരിമാരുടെ വാർത്തയ്ക്കും സംഘാടകർ പോവുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്ര ചാക്കരിയാണോ അത് നിങ്ങൾ പറഞ്ഞോളൂ. അതല്ല നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരാടാണ് അത് നിങ്ങൾ പറഞ്ഞോളി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ആരാണ് ആദ്യമായിട്ട് സദസ്സിൽ വെച്ച് അല്ലാഹു ഈ സദസ്സിൽ വെച്ച് സദഖ പറയുന്നവർ മുഴുവനും അല്ലാഹു ഏറ്റെടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഒന്ന് പറയും, നിങ്ങളെ പെട്ടെന്ന് സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിച്ച് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.